കോന്നി മണ്ഡലം തിരിച്ചു പിടിക്കണമെങ്കിൽ അടൂർ പ്രകാശ് മത്സരിക്കേണ്ടതെന്നാണ് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമുള്ളത്. പക്ഷേ കോന്നി മണ്ഡലം അടൂർ പ്രകാശിനെ പോലൊരു സ്ഥാനാർത്ഥി മത്സരിച്ചില്ലെങ്കിൽ കോന്നി മണ്ഡലം UDF തൊടാൻ കഴിയില്ല. കാരണം നേരത്തെ ഉണ്ടായിരുന്ന അടൂർ പ്രകാശ് വിജയിച്ചുകൊണ്ട് വന്നിരുന്ന കോന്നി അല്ല ഇപ്പോഴത്തെ കോന്നി. ജനീഷ് കുമാർ കോന്നിയിലുണ്ടാക്കിയിരിക്കുന്ന ഒരു ജനകീയത എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. നമ്മൾ മാധ്യമങ്ങളൊക്കെ വലിയ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടല്ലോ. ഫോറസ്റ്റ് ഓഫീസിൽ പോയി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ചീത്ത വിളിക്കുന്നു, മറ്റേ ഉദ്യോഗസ്ഥരില്ലാത്ത താലൂക്ക് ഓഫീസിൽ പോയി ജനീഷ് കുമാർ ചീത്ത വിളിക്കുന്നു. നമ്മൾ മാധ്യമങ്ങൾ വലിയ രീതിയിൽ വിമർശനാത്മകമായി ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പ്രാദേശിക തലത്തിലുണ്ടല്ലോ അത് വൈകാരികമായ വിഷയമാണ്. അതായത് ഫോറസ്റ്റ് ഓഫീസിൽ പോയി അവിടെ ഫോറസ്റ്റ് ഓഫീസർമാരെ തെറിവിളിക്കുക എന്ന് പറഞ്ഞാണല്ലോ അവിടുത്തെ ജനങ്ങൾ ജനീഷ് കുമാറിൻ്റെ ഒപ്പം നിൽക്കുന്ന വിഷയമാണ്. കാരണം അതുപോലെ ഉപദ്രവിക്കുന്ന ഒരു വിഷയത്തിലടക്കം ജനീഷ് കുമാർ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓളം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഈ ഒരു ഘട്ടത്തിൽ ജനീഷ് കുമാറിന് മത്സരം കൊടുക്കണമെങ്കിൽ അടൂർ പ്രകാശിനെ അപ്പുറത്തേക്ക് നല്ലൊരു സ്ഥാനാർത്ഥിയില്ലാന്ന അഭിപ്രായക്കാരാണ് ഞാൻ. അല്ലാതെ ആര് വന്ന് മത്സരിച്ചാലും അവിടെ ഒരു മത്സരം പോലും കൊടുക്കാൻ നിലവിലത്തെ സാഹചര്യത്തിൽ കോന്നിയിൽ UDF കഴിയത്തില്ല. പിന്നെ അടൂർ പ്രകാശ് MP സ്ഥാനം രാജിവെച്ച് വരുന്നത് എന്നുള്ള വിമർശനം നമുക്ക് ഉന്നയിക്കാം. പക്ഷേ അടൂർ പ്രകാശ് ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഓളം ഉണ്ടല്ലോ. ഒന്നാമത് അടൂർ പ്രകാശിൻ്റെ പിതാവെന്ന് പറഞ്ഞാൽ SNDP വലിയ മുതിർന്ന നേതാവായിരുന്നു. ആ ഒരു വലിയ സമുദായത്തിൻ്റെ പിന്തുണയുണ്ട്. പിന്നെ കോന്നിയുടെ ഒരു രാഷ്ട്രീയം എന്ന് പറയുമ്പം SNDP ക്രൈസ്തവ വോട്ടുകൾ, നായർ വോട്ടുകൾ, അങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രമം വരുന്നത്. അപ്പോൾ ഒരു SNDP സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു ഈഴവ സ്ഥാനാർത്ഥി തന്നെ വരുന്നതായിരിക്കും സ്വാഭാവികമായിട്ടും അവിടെ ഗുണം ചെയ്യുക എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ പരിഗണിക്കുന്നത് ഈഴവ സ്ഥാനാർത്ഥിയാണ്. ഈ കഴിഞ്ഞ 2 തവണയായി ഈഴവ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ഈ ജനീഷ് കുമാർ ആസിഫ് പറഞ്ഞു ഈ വോട്ട് ശതമാനം ഉയർത്തിയതും ഈ രണ്ടാമത്തെ തവണ 6% വോട്ട് വർദ്ധിപ്പിച്ചാണ് രണ്ടാം തവണ ജനീഷ് അവിടെ ജയിച്ചത്. അടൂർ പ്രകാശിന്റെ അവകാശവാദത്തിനൊരു ഇതുണ്ട് കേട്ടോ. അവകാശവാദത്തിന് പുള്ളിക്കൊരു ബലമുണ്ട്. കാരണം ഞാൻ ഇറങ്ങിയപ്പോൾ മണ്ഡലം നഷ്ടപ്പെട്ടു, ഞാൻ നിലനിർത്തിയ മണ്ഡലമാണ്. അങ്ങനെ പുള്ളി പറയുന്ന വാദഗതികൾക്ക് പുള്ളിക്ക് സാധൂകരിക്കാൻ കഴിയുന്ന ഡേറ്റ വെക്കാൻ പുള്ളിയുടെ മുമ്പിലുണ്ട്. കാരണം 6 തവണ നമ്മൾ മനസ്സിലാക്കണം. അല്ല, ഈ 6 തവണ മത്സരിക്കുമ്പോൾ അടൂർ പ്രകാശിനെ ആ മണ്ഡലം എത്രത്തോളം അടുത്താണ് നിൽക്കുന്ന അടൂർ പ്രകാശുമായി. അപ്പോൾ അടൂർ പ്രകാശ് എന്താ ചെയ്യാൻ കഴിയുക? ഒരു സ്ഥാനാർത്ഥി അവിടെ ഇറക്കി അടൂർ പ്രകാശ് അവിടെ കണ്ണൂരിലെ അതേ നിലപാടാണ് മുന്നിൽ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് പക്ഷേ എന്തിനാണ് MP ഇപ്പോൾ മത്സരിക്കാൻ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും അതൊരു ഈ 2 മണ്ഡലം എന്ന് പറയുന്നത് അതിൽ 2 MP ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ നേരത്തെ ആയിരുന്നെങ്കിൽ ഇത് കൂടുതൽ പേരിലേക്ക് പോയേനെ. കൂടുതൽ MP മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും. ജനം മണ്ടന്മാരല്ലല്ലോ.